നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കുറ്റപത്രം പോലും സമർപ്പിക്കാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ദുർബലമായ തെളിവുകളെ അമ്മയ്ക്കെതിരെ അവർക്ക് ആരോപിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഒരു കുറ്റകൃത്യം ചെയ്തെങ്കിലല്ലേ തെളിവ് കിട്ടൂ. നന്ദിതയുടെ കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട്, കുറ്റവാളിയല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിടും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട മുത്തശ്ശ. അമ്മയ്ക്കിപ്പോ ജാമ്യം കിട്ടിയല്ലോ, ഇനി ഒരിക്കലും തിരിച്ചു ജയിലിലേക്ക് പോകേണ്ടി വരികയില്ല. നന്ദിത എപ്പോഴാ വരുന്നത്? കാണാൻ എനിക്ക് ധൃതിയായി. ദിവസങ്ങൾ എണ്ണി കഴിയുകയല്ലായിരുന്നോ? അധികം വൈകാതെ അമ്മയ്ക്ക് പുറത്തിറങ്ങാൻ പറ്റും. കുറച്ച് ഫോർമാലിറ്റീസ് കൂടിയുണ്ട്. മുത്തശ്ശൻ എന്തായാലും സമാധാനായിട്ടിരിക്കെ, ഞാൻ അങ്ങോട്ട് വരാം. സന്തോഷമായി മോളെ. ഈശ്വര, കുറച്ച് ദിവസങ്ങളായല്ലോ നീ ഈ ലാപ്ടോപ്പിൽ തന്നെ തലകുത്തി മറിയുന്നു. പുതിയ പദ്ധതികൾ വല്ലതും ഉണ്ടാക്കുകയാണോ? അതെ, അമ്മയ്ക്ക് വേണ്ടി പണിയുന്ന പുതിയ മാളിക വീടിന്റെ പ്ലാൻ തയ്യാറാക്ക. നീ എനിക്ക് പുതിയ മാളികയൊന്നും ഉണ്ടാക്കണ്ട. ആർക്കെങ്കിലും വേണ്ടി പുതിയ കെണികൾ വല്ലതും ഉണ്ടാക്കുകയായിരിക്കുമല്ലേ? ഓ, അമ്മ എത്ര കൃത്യമായിട്ടായി പറയുന്നേ. കെണി തന്നെ ഒരുക്കുന്ന. നമുക്കെതിരെ കെണി വെച്ചവർക്ക് 10 ഇരട്ടി കെണി തിരിച്ചു വെച്ചു കൊടുക്കണ്ടേ? അതല്ലേ അതിന്റെ ഒരു മര്യാദ. നീ സൂക്ഷിച്ചോ. കെണി വെച്ചവര് തന്നെ ആ കെണിയിൽ വീണ ചരിത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. സോറി, ഞാൻ അധികം ചരിത്രമൊന്നും പഠിച്ചിട്ടില്ല. അതിന്റെ കുറവ് കാര്യമായിട്ട് കാണാനും ഉണ്ട്. കളിച്ച് കളിച്ച് കമ്പനി കയറി നിന്റെ അഭ്യാസം ഒന്നും കാണിക്കരുത്. അവിടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവളാ നീ. അത് ഓർമ്മ വേണം. അമ്മ അത് ഓർമ്മിപ്പിച്ചില്ലെങ്കിലേ ഞാനങ്ങ് മറന്നുപോയേനെ. തർക്കുത്തരം പറഞ്ഞ് നിനക്കതൊരു